പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ട അടൂരിൽ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. കാറും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാർ യാത്രക്കാരായ ഹാഷിം, അനുജ എന്നിവരാണ് മരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശി നാരായണൻ ആണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, എപ്പോഴാണ് അപകടം ഉണ്ടായത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇന്നലെ രാത്രി 10:45 ഇത്തരമൊരു അപകടം ഉണ്ടായത്. നൂറനാട് സ്വദേശിയായ തനുജയും അതുപോലെ തന്നെ ചാരുമൂട് സ്വദേശിയായ ഹാഷിമാണ് ഈ അപകടത്തിൽ ബന്ധപ്പെട്ടത്. തുമ്പോൺ സ്കൂളിലെ അധ്യാപികയാണ് അനുജ. ഇന്നലെ അധ്യാപകരോടൊപ്പം സഹപ്രവർത്തന അധ്യാപകരോടൊപ്പം അവധി ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഇവർ ഒരു വിനോദയാത്രയ്ക്ക് പോയിരുന്നു. തിരിച്ച് അവിടെ നിന്നും നാട്ടിലേക്ക് മടങ്ങുന്ന വഴി ഏനാത്ത് വെച്ചാണ് സുഹൃത്തായ ഹാഷിം ഈ വാഹനത്തിൽ നിന്നും അനുജയെ ഈ വാഹനത്തിൽ കൊണ്ടുവരുന്നത്, തിരിച്ചു കൊണ്ടുവരുന്നത്, കാറിലേക്ക് മടങ്ങുന്നത്. ഈ മടങ്ങുന്ന വഴിയാണ് ഈ കാറ് അമിത വേഗത്തിൽ ഈ ലോറിയുടെ പിന്നിടിച്ച് അപകടം ഉണ്ടായത്. 2 പേരും തൽക്ഷണം മരിക്കുകയുണ്ട്. ഏതായാലും ഈ അപകടത്തെക്കുറിച്ച് പോലീസ് ഒരു ദുരൂഹത പറയുന്നുണ്ട്. കാരണം ഈ അമിത വേഗത്തിൽ ഈ കാറ് പോകുന്നു. കാരണം ഈ വാഹനത്തിൽ ഇവർ ഈ വിളിച്ചോണ്ട് പോയതുമൊക്കെ ഒരു സംശയം പോലെ തന്നെയാണ് പോലീസ് പറയുന്നത്. അപകടം നടന്ന് 2 പേരും തൽക്ഷണം മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ അധ്യാപകരും വീട്ടിലേക്ക് ഈ അനുജ ഇവരുടെ വാഹനത്തിൽ നിന്ന് ഈ കാറിലേക്ക് കയറുന്ന സമയം വിളിച്ച് പറയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും അപ്പോൾ നടന്നില്ല. എന്തായാലും അതിനു മുമ്പ് തന്നെ അപകടം നടന്നിരുന്നു. എന്തായാലും ഒരു ചെറിയ ദുരൂഹത ഈ കാര്യത്തിൽ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. വാഹനത്തിന്റെ അമിത സ്പീഡും പെട്ടെന്ന് വാഹനം ഈ തിരുവനന്തപുരത്ത് വന്ന ട്രാവലിന് മുന്നിൽ കൊണ്ട് ക്രോസ് നിർത്തിയതിനു ശേഷമാണ് അനുജയെ വാഹനത്തിൽ ഈ ഹാഷിം കയറ്റിക്കൊണ്ട് പോയത്. ഇതൊക്കെ ഒരു സംശയം ഈ അധ്യാപകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് പോലീസും ഒരു സംശയമായി പറയുന്നത്. അതിനൊരു ദുരൂഹത അപകടത്തിൽ പോലീസ് സംശയിക്കുന്നുണ്ട്. അഭിലാഷ്, വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച ദുരൂഹത നീങ്ങും എന്ന് വേണം പ്രതീക്ഷിക്കാൻ.